കിറ്റിനെക്കുറിച്ച് ആക്ഷേപിച്ചവർ തന്നെ കിറ്റുമായി വോട്ട് പിടിക്കുന്നു. നാണമില്ലേ? വയനാട്ടിൽ വോട്ട് കിട്ടാൻ ഭക്ഷ്യക്കിറ്റുകൾ ഇറക്കിയത് സോഷ്യൽ മീഡിയയിൽ അരങ്ങ് തകർക്കുകയാണ്. ബത്തേരിയിൽ നിന്ന് ആവശ്യ സാധനങ്ങൾ അടങ്ങിയ 1500 ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടിയതോടെ വിവാദം കത്തിപ്പടരുകയാണ്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കിറ്റ് കണ്ടെത്തിയത്. BJPക്കാർക്കെതിരെയാണ് ആരോപണങ്ങൾ മുഴുവനും ഉയരുന്നത്. ഒന്നിന് 279 രൂപ വരുന്ന കിറ്റുകളാണ് ബത്തേരിയിലെ ചില്ലറ മൊത്ത വിതരണ പലചരക്ക് കടയിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത്. 1 കിലോ പഞ്ചസാര, ബിസ്ക്കറ്റ്, റസ്ക്, 250 ഗ്രാം ചായപ്പൊടി, 1/2 ലിറ്റർ വെളിച്ചെണ്ണ, 1/2 കിലോ സോപ്പ്, 1 കിലോ പഞ്ചസാര, ബിസ്ക്കറ്റ്, റസ്ക്, 250 ഗ്രാം ചായപ്പൊടി, 1/2 ലിറ്റർ വെളിച്ചെണ്ണ, 1/2 കിലോ സോപ്പ് പൊടി, ഒരു കുളിസോപ്പ് എന്നിവയാണ് കിറ്റിലുള്ളത്. കൂടാതെ വെറ്റില, അടക്ക, ചുണ്ണാമ്പ്, പുകയില അടക്കമുള്ള 33 കിറ്റുകളുമുണ്ട്. കിറ്റുകളുടെ സ്വഭാവം നോക്കുമ്പോൾ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നാണ് കോൺഗ്രസും CPM-ഉം പറയുന്നത്. രാത്രി 7 മണിക്കാണ് ഭക്ഷ്യക്കിറ്റുകൾ കയറ്റിയ വാഹനം പോലീസ് പിടികൂടിയത്. വാഹനം ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. ഇത് ഇലക്ഷൻ ഫ്ലൈയിങ് സ്ക്വാഡിന് കൈമാറും പോലീസ്. എത്ര ചോദിച്ചിട്ടും കിറ്റുകൾ എവിടേക്കുള്ളതാണെന്ന് അറിയില്ലെന്നാണ് ലോറി ഡ്രൈവർ പറയുന്നത്. പാവം, അയാൾ വാ തുറക്കുന്നില്ല. കിറ്റുകൾക്ക് പിന്നിൽ BJP ആണെന്നാണ് UDF-ഉം LDF-ഉം ആരോപിക്കുന്നത്. മാനന്തവാടി കെല്ലൂർ 5 മൈലിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ 100 കണക്കിന് കിറ്റുകൾ തയ്യാറാക്കുന്നതായി വിവരം പുറത്തു വന്നു. പ്രദേശത്ത് സംഘർഷ സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. BJP ചില കോളനികളിൽ വിതരണം ചെയ്യാനായി തയ്യാറാക്കിയ കിറ്റുകളാണ് ഇതെന്നും പണവും മദ്യവും ഭക്ഷ്യക്കിറ്റുകളും നൽകി വോട്ടർമാരെ സ്വാധീനിച്ച് വോട്ട് നേടാനാണ് BJP ശ്രമിക്കുന്നതെന്നും ഇരു മുന്നണികളും ആരോപിച്ചു. പക്ഷേ BJP ഈ ആരോപണം നിഷേധിച്ചു. നേരെ ചൊവ്വേ മത്സരിച്ചാൽ വോട്ട് കിട്ടില്ല, അതുകൊണ്ട് കിറ്റ് കൊടുത്ത് തോൽവിയുടെ ആഘാതം കുറയ്ക്കാൻ BJP ശ്രമിക്കുകയാണെന്നാണ് ഉയരുന്ന ആരോപണം. BJP ആയാലും UDF ആയാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പിണറായി സർക്കാർ നൽകിയ കിറ്റിനെക്കുറിച്ച് വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തതാണ്. അങ്ങനെ പരിഹസിച്ചവർ തന്നെ കിറ്റുമായി രംഗത്തിറങ്ങിയത് മ്ലേച്ഛമായിപ്പോയി. മറ്റെന്ത് പറയാൻ?